പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഫ്രീ ഫയർ എങ്ങനെയാണ് PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ഏത് എമുലേറ്റർ വെച്ചാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. ഏത് എമുലേറ്റർ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ നോക്കാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടായിരിക്കും എന്നെ കാണുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ കാണാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ബ്ലൂ സ്റ്റാക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ബ്ലൂ സ്റ്റാക്സ് 5 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നിൽക്കി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഫയൽ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഇവിടെ സ്ഥിതി പോകുമ്പോൾ നിങ്ങൾ ഇവിടെ കണ്ട് ഇത്രയും ബ്ലൂ സ്റ്റാക്സ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കറങ്ങുന്നത് പോലെ കാണിക്കും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഓൺ സ്ക്രീനിൽ വരിക. അപ്പൊ ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടെ എസ് കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ അവിടെ എസ് കൊടുത്ത് നിങ്ങൾ നേരെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ബ്ലൂ സ്റ്റാക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അവിടെ ബ്ലൂ സ്റ്റാക്സ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് ആഡൊക്കെ വരും. അതൊന്നും നിങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കാനും വേണ്ട. അത് ഗെയിംസിന്റെ ആഡാണ് വരുന്നത്. അതിനുശേഷം ഇത് ബ്ലൂ സ്റ്റാക്സ് 5 ആണ്, ലേറ്റസ്റ്റ് വെർഷൻ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റോർ ആണ്, ഒരു പ്ലേ സ്റ്റോർ പോലത്തെ സ്റ്റോർ ആണ്. ഈ സ്റ്റോറിൽ കയറി നിങ്ങൾ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യാം. എല്ലാം ഒരേപോലെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നമുക്ക് ഹോമിൽ ക്ലിക്ക് ചെയ്യാം. ഹോമിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഹോമിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഏതാണ്ട് ഞാൻ കാണിച്ചു തരാം. ഹോമിൽ പോകുന്നതാ ഹോമിൽ പോകുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഇവിടെ കാണാൻ പറ്റത്തില്ല. ഈ ഒരു വിൻഡോയിലായിരിക്കും പ്ലേ സ്റ്റോർ കിടക്കുന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ടാഗ് ചെയ്തിടാം. അവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സെർച്ചിന്റെ ഇവിടെ വേണമെങ്കിൽ ഫ്രീ ഫയർ സെർച്ച് ചെയ്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിവിടെ ഫ്രീ ഫയർ എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പൊ ലോഡിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഫ്രീ ഫയർ മാക്സ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് എടുത്തതിന് നമുക്ക് പ്ലേ സ്റ്റോറിലെ വിൻഡോയിലോ അല്ലെങ്കിൽ മൈ ഗെയിംസ് ഈ വിൻഡോയിലോ പോകും. ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലാണെങ്കിൽ അതേപോലെ തന്നെ ജസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക. നിങ്ങൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ സൈൻ ഇൻ ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഇവിടെ എന്റെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഫ്രീ ഫയർ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നത്. അപ്പൊ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്ന് കിടക്കും. ചിലപ്പോൾ നിങ്ങളത് ഇവിടെ വന്ന് കിടക്കും. ഇവിടെ ഞാൻ വേറൊരു ഫ്രീ ഫയർ ഉണ്ട്, എനിക്കൊരു വേറെ ഫ്രീ ഫയർ ഗൂഗിൾ ബീറ്റയുടെ ഫ്രീ ഫയർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കാത്തത്. നിങ്ങൾക്ക് അവിടെ വന്ന് കിടക്കും. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് വെച്ച് തന്നെ എടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഫ്രീ ഫയർ മാക്സ് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഫ്രീ ഫയർ മാക്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അത് സമയം എടുക്കും, നെറ്റിന്റെ ഒരു ഇതാണ്. അതിനുശേഷം നമ്മൾ ഇത്രയൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാനുണ്ട്. കീ അതിനെ പറയണതാണ് കീ മാപ്പിംഗ്. ഇത് നിങ്ങൾ ചിലവർക്ക് അറിയായിരിക്കും, അറിഞ്ഞൂടാത്ത വേണ്ടിയിട്ടാണ്. കീ മാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ മൊബൈലില് ഇപ്പൊ നമ്മള് ഗെയിം കളിക്കുമ്പോൾ അതിലൊരു ഐക്കൺസ് കാണുമല്ലോ, കൂടുന്ന ബട്ടൺ, ചാടുന്ന ബട്ടൺ. പക്ഷെ കീബോർഡിൽ നമുക്ക് അത് കളിക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ കീബോർഡ്. അപ്പൊ ഇതിൽ ഓരോ ലെറ്റേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ അതിനെ പറയാണ് കീപ് മാപ്പിംഗ്. അതാണ് ബ്ലൂ സ്റ്റാക്സ് തന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇവിടെ പോയിട്ട് ഇനി എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ ഗെയിം ഇങ്ങനത്തെ ഓപ്ഷൻ ഗെയിം കൺട്രോള്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഷിഫ്റ്റ് പ്ലസ് ടാബ് നോക്കും. അപ്പൊ ഇങ്ങനെ ഓരോ കുത്തു കാണും. ഞാൻ വെച്ചിട്ട് ഓഫ് ചെയ്തിട്ടുകൊണ്ടാണ് എനിക്കിപ്പം ഓൺ ചെയ്യേണ്ടി വന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് പ്ലസ് ടാബ് വെക്കാൻ പറ്റും നിങ്ങളുടെ കീബോർഡിന്. അതിനുശേഷം നിങ്ങൾ കൺട്രോൾ സി വന്നിട്ട് കസ്റ്റം ടാബ് കൊടുത്തിട്ട് കസ്റ്റം ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൺട്രോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇത് മാറ്റിയിട്ട് നിങ്ങളതായിട്ടുള്ള കൺട്രോൾ സെറ്റ്. ഇതാണ് എന്റെ കൺട്രോൾ. ഇത് വേണം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. വേണം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇത് നിങ്ങളതിൽ പോയി എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ ബട്ടൺ മാറ്റണമെങ്കിൽ ഇവിടെ കൺട്രോൾ എഡിറ്ററിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഏത് ബട്ടൺ ഇങ്ങോട്ട് വേണോ ഷിഫ്റ്റ് ഇവിടെതാ നമുക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇപ്പോൾ OG വെച്ചു. അപ്പൊ അതേപോലെ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ബാക്ക് ക്ലിക്ക് ചെയ്ത് ഇതുകൊണ്ട് ഇവിടെ വെക്കാം. ബ്ലൂ വാൾ ഞാൻ വെച്ചു. ബ്ലൂ വാൾ ഞാൻ ഇവിടെ 3 വെക്കുകയാണ്. എന്നിട്ട് ഇവിടെ സേവ് കൊടുത്താൽ മതി.
പിന്നെ ഞാൻ വെടിവെക്കുന്നത് മറ്റേ ബട്ടണിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു. സ്കോപ്പിൽ ഞാൻ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്തു. അപ്പൊ എല്ലാം കൊടുത്തിട്ട് നിങ്ങളിതാ സേവ് ചെയ്യും. അപ്പൊ ഇത്രയേ ഉള്ളൂ കീ മാപ്പിംഗ് എന്ന് വെച്ചാല്. കീ മാപ്പിംഗ് അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രെയിനിങ് മാച്ച് സെലക്ട് ചെയ്ത് നിങ്ങൾ നല്ലതുപോലെ ട്രെയിനിങ് ചെയ്ത് കളിക്കുക. അപ്പൊ അതിനുശേഷം മാത്രമേ നിങ്ങൾ BR അല്ലെങ്കിൽ CS ഒക്കെ എടുക്കാവുള്ളൂ. അപ്പൊ എന്റെ ഒരു സജഷൻ അനുസരിച്ച് ഒരു ദിവസം കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലോണം ആവാൻ പറ്റും. 3 ദിവസമൊക്കെ കളിക്കുമ്പോൾ ആവാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിപ്പോ എന്റെ ഈ കൺട്രോൾ തന്നെ നിങ്ങൾ ഇടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറ്റുന്നത്ര ഒരു കൺട്രോൾ നിങ്ങൾ എന്റെ ഇവിടെ കളിക്കും. അതുകൊണ്ട് നമുക്ക് മാച്ചൊക്കെ കുറിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അനുഭവങ്ങളെ വന്നിട്ട് എല്ലാ ബോട്ടുകളൊക്കെ ഒന്ന് നല്ലോണം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാത്തതാ കണ്ടോ. ഇതുപോലെ നിങ്ങളതായിട്ടുള്ള ഒരു കൺട്രോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കളിക്കുക. ഇത്ര ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, സൈനിങ് ഔട്ട് ഫ്രം Bruce on Talks 2.0.